കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബേബി ഇൻ യെല്ലോ ഗെയിംസ്. സോ നമ്മൾ ഇപ്പോൾ ആക്ട് 3 ആണ് ഗൈസ് കളിക്കാൻ പോണേ. സോ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. നമ്മൾ പാർട്ട് 1 ഇതൊരു പാർട്ട് 2 പോലെയാണ്. സോ ഗൈസ് വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, sitting baby's game. You have one new client message. Okay, listen, I just go to home. You supposed to feed him. He needs a. Okay, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട്. What are you doing out of bed? I need a sister now. You have. എന്നൊക്കെ ഒരു പറയുന്നുണ്ട് ഗീസ്. സോ അങ്ങനെ നമ്മൾ തുടങ്ങിയ ഗീസ് നമ്മുടെ ഗെയിം. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഗീസ്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നാശാവാതെ ഒന്നും തന്നെ ഇല്ല ഗീസ്. കാരണം ഒക്കെ പൊട്ടിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ബ്ലാക്ക് കാർട്ടിനെ ഫോളോ ചെയ്യണമെന്നാണ് പറയണേ. ഇവനെ എങ്ങോട്ടാണ് പോണേ? ഓക്കെ, ഇവിടെ എങ്ങോട്ടാണ് പോണേ? ഇവിടെ ഫ്രീ സ്കൂളുണ്ടാ? അവൻ ഇവിടെ എവിടെയോ പോയത്. അവനെന്തോ ഒരു നീല വെളിച്ചം കാണാനുണ്ട്. എവിടെയാണെന്ന് നോക്കാൻ നോക്കിയിട്ട് ഇവിടെ ഇരിക്കണ്ട. ഓക്കെ, എന്താ ഇപ്പം ചെയ്യാം? എന്താ ഓ ഏതാ ഒറ്റടിക്ക് ചാടി പോയി. നമ്മളും പോവും അതിൻ്റെ അടുത്തേക്ക്. ഓക്കെ, അവർ നമ്മളെയും പിടിച്ചു ഗൈസ്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നാ ഈ സാച്ചക്കനാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ കൊടുത്തില്ല ഗൈസ്. ഓക്കെ, ഇത് ഏതാ വഴി? നമ്മളെന്താ ബ്ലാക്ക് ക്യാറ്റ് എന്താ ഫോളോ ചെയ്യണം, അങ്ങനെന്താ പറയുന്നുണ്ട്. പോയാ നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോണേ? ഓക്കെ, കളി തുടങ്ങിയാൽ തോന്നേ ലോഡിങ്. യെസ്, choose Super Psychic. His superpower is telekinesis, so you can take out your enemies ഇനി in അടുത്തത് really എന്താണെന്ന് creative ways by നമുക്ക് just ചെയ്യാനുള്ളത് throwing them around or നമുക്ക് throwing. നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, അയ്യോ എനിക്ക് പോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ക്യൂരിയോസിറ്റി നമുക്ക് തുടങ്ങാം ഈ ഒരു എപ്പിസോഡ്. ഓക്കെ, നമ്മൾ ക്യാറ്റിൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ പരിപാടി? നമ്മളിപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഫോളോ ബ്ലാക്ക് ക്യാറ്റ്. അതിന് കട്ടി മുന്നേ ഗൈസ് ഇതില്ലേ ഗൈസ് നമ്മുടെ ചെക്കൻ. അവന് അത്ര ചെറുതായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഒരു ബുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബുക്കുണ്ട്. 5 ആവശ്യമുണ്ട്. ഇനി എന്താണ് 3 കേസ്? 3 ഇനി വേണ്ടത്. ഇവിടെയൊക്കെ 4 ഉള്ളത്. 3 കാണാമല്ലോ. 3 എവിടെ? 4 ഇനി അല്ല 3 സമാധാനായി. 3 ഇത് 2 അല്ലേ? രണ്ട് വരാൻ വഴിയില്ല. ഇനിയും ബുക്ക് ഉണ്ടാവേണ്ടതാണ്. ഈ ഡ്രോയിൻ്റെ അകത്ത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ടേക്ക് സ്ക്രൂ ഡ്രൈവർ. അവിടെ കുറേ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, എടുത്തെടുത്ത് കളിക്കാം. അയ്യോ ഗീസ്, ഇതെന്താ ഓയിക്കാനോ? ഇതെന്തിനാ? ശരി, ഇതിവിടെ ഇട്ടേക്കാം. ഇതൊക്കെ ആവശ്യം വരുന്ന സംഭവങ്ങളാണ്. അവിടെ ബുക്ക് നമ്മൾ കുറേ നേരം തേടുന്നു, നമുക്ക് കിട്ടിയില്ല. എവിടെ ഈ ബുക്ക്? ഇത് 4 തോന്നുന്നു. വെച്ച് വെക്കാന്നാണ് തോന്നുന്നു. നമുക്ക് 4 കിട്ടി, പക്ഷെ 3 എവിടെ?
അയ്യോ ഗേസ് ഇത് മൊത്തം നമ്മുടെ ബുക്ക് നമുക്ക് ആ ഒരു ബുക്ക് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. ഓ ഗേസ് നമ്മൾ തെറ്റ് ചെയ്തു. 3-ന് 3 വെച്ചു ഗേസ്. നമ്മൾ 2 എടുത്തിട്ട് ഇതാ ഇവിടെയാണ് വെക്കേണ്ടത്. അത്ര ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ ഇൻവെസ്റ്റിഗേറ്റ് ബോയിൽ റൂം. ഇതെന്താ സാധനം? ടേൺ ലിവർ. ലിവർ തിരിക്കുമ്പോൾ ഞാൻ റെഡ് വരയ്ക്ക് പറഞ്ഞു. ഫീനാക്സ്. ഇതെന്താ സാധനം? വാവ് ഗൈസ് കോയിൽ കിട്ടി നമുക്ക്. കോയിൽ നിറച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ മാത്രമേ കുറച്ചും കൂടി ചൂട് കയറുള്ളൂ. അയ്യോ ഗൈസ് ഈ സാധനം കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെ പോണം. ഇവിടെ ഒന്നുമില്ല. എവിടെ കൂടെയൊക്കെ പോണേ? ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. ഇവിടെ ആവണം. യെസ് ഗൈസ് കിട്ടിപ്പോയി സ്ഥലം. അയ്യോ നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ സംഭവം നടക്കും. ശരി ഓപ്പൺ. നീ ഇവിടെയൊക്കെ എന്താണ് നോക്കാം. ഇവിടെ ഒന്നുമില്ല. ലോക്ക്ഡാ. പിന്നെ ഗൈസ് പിന്നെ ഈ ഒരു വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വന്ന് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ കഷ്ടപ്പെട്ട്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഇങ്ങനത്തെ. ഓക്കെ ഗീസ് നമ്മുടെ ഫ്രണ്ടല്ലേ ഗീസ് ഇത്. ഓക്കെ ഗീസ് ഇവനെ ഇങ്ങനത്തെ ചെറിയ ഇതൊന്നും ചെയ്താൽ പോലെ നമ്മൾ അവനെ കുറേ അപ്ഗ്രേഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ അവസാനം ഓക്കെ ഇതല്ല ബാറ്ററി. ഗീസ് ഇത് കഴിഞ്ഞാൽ അവനെ ഒന്ന് ശരിയാക്കണം. അവനെ തീരെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ഓക്കെ ടേക്ക് ദ റോബോട്ട് ഫോർ അപ്സ്റ്റേഴ്സ് ഫോർ ദ റിപ്പയർ. ഇതിന് ഇവനെ റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്, അത് വേറെ കാര്യം. ഓ ഓട്ടോമാറ്റിക് ഡോർ. നമുക്ക് ഇനി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇങ്ക് കാർട്രേജ് എടുക്കാം. അതാണ് ആവശ്യമുണ്ട് റിപ്പയറിന്. ഇങ്ക് കാർട്രേജ് ഇവിടെ അല്ലേ? ഒന്ന് കിട്ടി. പിന്നെ ഗൈസ് ഇനി ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട് അവനെ എന്താക്കണം. അതിലൊരു ഇവിടെ കിടന്ന് ഉരുള ഗൈസ്. ഇപ്പോൾ അവനത് വേണ്ട ഗൈസ്. പിന്നെ അവൻ ചോദിക്കും ഞാൻ നിങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സാധനം നീറ്റ്. അവൻ്റെ പേരാണ് നീറ്റ്. അവൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരും ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ. ഓക്കെ ടാപ്പ്. ഇതൊക്കെ എന്ത് ചാർജ്ഡ് 1. അയ്യോ അതറിയാതെ നിൽക്കിപ്പോയി. ഇത് പതുക്കെ ചെയ്യേണ്ട കളിയാണ്. അയ്യോ ഇത് നടുവിൽ പോയിട്ട് സ്റ്റിക്കായി. നമുക്ക് ഒന്നുപോലും കിട്ടുന്നില്ല കേട്ടോ ഗീസ്. പതുക്കെ ചെയ്യാം ഗീസ്. എന്തിന് ഗീസ് തിരക്ക് കൂട്ടുന്നേ? വീണ്ടും ചെയ്യണം. അയ്യോ അത് അടുത്തത് ഗീസ്. പത്തനെ പെട്ടെന്ന്. ഓക്കെ ഗീസ് നമ്മൾ ഇനി ഒന്നിനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എല്ലാം തന്നെ കിട്ടും ഗീസ്. ചാർജ് അടുത്തത്. അയ്യോ 3 ഗീസ് അത് കൊള്ളേണ്ടതായിരുന്നു കേട്ടോ ഗീസ്. അത് ജസ്റ്റ് മിസ്. അതും ഗീസ് ഇതൊന്നും കൊള്ളുന്നില്ല നമുക്ക്. അയ്യോ ഗീസ് 2 മാത്രമേ കൊള്ളത്തുള്ളൂ. കഷ്ടപ്പെട്ട് ഒരെണ്ണം ചെയ്തതാ, അതും എനിക്കിനി മിസ്സാവാൻ വയ്യ. അയ്യോ ഗൈസ് മിസ്സായല്ല. ഓക്കെ
ഒന്നും കൂടി അത്രേ ഉള്ളൂ. അയ്യോ ഗേസ് എനിക്ക് വയ്യേ. ചാർജ് ദൈവമേ. ഓക്കെ നീറ്റ്. ഇനി ഞാൻ ചോദിക്കുന്ന സംഭവമാണ് ഈ കിടക്കുന്നത്. ഇപ്പം അവന് വേണം അല്ല പിന്നെ. ഓക്കെ അതൊന്നും ആവശ്യമില്ല. ഇനി അവന് കുറച്ച് സാധനങ്ങളും വെക്കണം. അയ്യോ ഓക്കെ ഈ ഒരു ബൂസ്റ്റർ അറ്റാച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓക്കെ ഗേസ് ഇത് നമ്മുടെ ആ ബേബി ഇല്ല ഗേസ്, അവൻ അടുത്തെത്താൻ തുടങ്ങി ഗേസ്. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ട അവൻ അടുത്തെത്താൻ തുടങ്ങി. അവൻ വളരെ അടുത്തെത്തി തുടങ്ങി. ഓപ്പൺ തുറക്കു വശം. ഓക്കെ ഈ ഒരു ബൂസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്, വളരെ ആവശ്യമുള്ള സാധനമാണ്. ഇത് നമുക്ക് വെറുതെ വെച്ചാൽ പോരാ, കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിന് ആവശ്യമുണ്ട് ഗീസ്. പക്ഷേ ഇവരെ കൊണ്ടുവരുന്ന സംഭവമാണ് കുറച്ച് ടഫ്. സോ നമ്മൾക്ക് ഇവിടുന്ന് ഈ ഒരു ഇതെടുക്കണം. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് ഗീസ്. ഇത് ഇവിടത്തോടെ തീരില്ലെന്ന് തോന്നി. ഇതും ഒരു 40 മിനിറ്റൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നത് എൻ്റെ ഒരു ഇത് അലച്ചിട്ട്. ഓക്കെ നമ്മൾ ഡോർ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഇവൻ വന്നൊരു ഇലക്ട്രിക്സ് ആണല്ലേ. സോ ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഓരോരോ സംഭവം ഇങ്ങനെ പ്ലഗ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കേസ് ഇവനെ പ്ലഗ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് സംഭവം കിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ ചെയ്തിട്ട് ഈറ്റിങ്ങനെ വലിച്ചാൽ അവന് ബൂസ്റ്റർ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇപ്പം അവൻ എവിടേക്കെങ്കിലും പോകും. ഫൈൻ നീറ്റ് വേർ ഡിഡ് യു ഗോ. അവൻ ഇനി എവിടെ പോയാലും എനിക്കെന്താ. ഓക്കെ എല്ലാം തന്നെ അവൻ നിരത്തിയിട്ടു. ഓക്കെ നമുക്കിനി എന്തൊക്കെയാണ് എടുക്കേണ്ടത്? കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. സ്ക്രൂ ഡ്രൈവർ എന്നല്ല വേണ്ടത്. ഹാമർ എവിടെ? ആ ഹാമർ കിട്ടി. ഓ വെഞ്ചായിരുന്നു. വെഞ്ച് എവിടെ? ആദ്യത്തെ സാധനം വെഞ്ചാണ്. ഗിവ് ഇറ്റ് ടു നീറ്റ്. അടുത്തത് ഇതല്ലായിരുന്നു. പിക്കപ്പ് ഓയിൽ ക്യാൻ. ഓയിൽ ക്യാനാണ്. ഗേസ് അവൻ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗേസ് അവൻ പറയുന്നതിന് മുന്നേ സാധനം എത്തി. യെസ് നമ്മളൊക്കെ ശരിയാക്കി. പെർഫെക്റ്റ് ഗെയിമിങ്. അയ്യോ ഗേസ് അവൻ ഇനിയും അടുത്ത് വന്നുകൊണ്ടേയിരുന്നു. അയ്യോ ഗേസ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ എലവേറ്റർ അങ്ങനെ ശരിയായി. ആനെ ഇനി ഇവിടുന്ന് പോവല്ലേ? എന്തെങ്കിലും കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട, നമുക്ക് അങ്ങനെ പോവാം. ഗോ അപ്പ്. ഇനി അടുത്ത എപ്പിസോഡാണ് ഗൈസ്. അടുത്ത എപ്പിസോഡ് കുറച്ച് പാടായിരിക്കും. വേഗാവട്ടെ ലോഡിങ്. ലാബറട്ടറി ഇനിയാണ് ഗൈസ് കളി. ഇനി നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കിനി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യണം ഗൈസ്. ഒക്കെ ഭയങ്കര ഫണ്ണായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ഗൈസ്, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഗൈസ് ഇവനൊരു പണിയില്ല, ഇവനിങ്ങനെ ചെടിയിലൊക്കെ നനയ്ക്കാറേ ഉള്ളൂ. എവിടെ പോയി? ഈ അടുത്ത ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പോയിണ്ടോ? ആ ഇവിടെ ഉണ്ടാ. ഗുഡ് ബോയ്. ഇതിനകത്ത് കയറിയേ.
ഇവന് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഇവനുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗം നമുക്കുണ്ട്. ഓക്കെ സോ നമ്മുടെ മെയിൻ പരിപാടി അതാണ്. ആദ്യം നമ്മൾ ഈ ഒരു സാധനം എടുക്കണം. അയ്യോ, ഇത് കണ്ടാ ഗൈസ്, ഈ ഒരു സാധനമാണ്. ഇവിടെ ഒരു മേലേക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇവിടുന്ന് കണ്ടോ, അവിടുന്ന് മേലേക്ക് എന്താ പോകാൻ വഴിയുണ്ട്. ഇവനിങ്ങനെ ചെടിയിലിങ്ങനെ നനച്ചോണ്ടേയിരിക്കുന്നു. ഓക്കെ, കണ്ടടേ എല്ലാം തന്നെ കണ്ടു. ഇനി ഈ ഒരു ലിക്വിഡ് ഒന്ന് ഇവിടെ കൂടെ വരും. പിന്നെ ഇവിടെ കൂടെ എന്ത് സ്പീഡായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ അധികം കയറും. ഒരു ബോട്ടിലെടുത്തേക്കാം, ഇത് നിറച്ചേക്കാം. അപ്പോഴേക്ക് ഇത് നിറയ്ക്കുമ്പോഴേക്കും നമ്മളാൾ വരും കേട്ടോ. എവിടെ? അയ്യോ അയ്യോ, ഭയങ്കര പേടിപ്പിക്കുന്ന ആളാണ്ടോ ഗൈസ് ഇവൻ. ഓക്കെ, ഇത് വെച്ചോ. ഇതൊരു മാഗ്നറ്റിക് സാധനമാണ് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇവനിങ്ങനെ നേരെ കൊണ്ടുപോകണം നമ്മൾ. ഓക്കെ ഗൈസ്, നമുക്കിനി ആവശ്യമുള്ള നമ്മുടെ കീ കിട്ടി. ഇനി ഈ ഒരു കീ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇവിടെ തുറക്കണം. എന്ത് കുറിച്ച് ഈ ഒരു ഹാൻഡിൽ, അയ്യോ ഹാൻഡിൽ പോലെ. ഈ ഒരു ഹാൻഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഇവിടെയല്ല, പിന്നെ എവിടെയാ? അതാ ഇവിടെയാണ് തിരിക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും ഇതെടുത്തിട്ട് ഈ ഒരു സംഭവം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇവന് കൊടുക്കണം. കൊടുത്തിട്ട് അവൻ അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ലിവർ വലിച്ചിട്ട് അവനിങ്ങനെ കൊണ്ടുപോകണം. അവൻ ഇതിൻ്റെ അകത്ത് കൂടെ പോയിട്ട് അവിടെ കാണുന്നൊരു കീ ഇല്ലേ, അത് കൊടുത്തുകൊണ്ട് അവിടേക്ക് വരിക. അവൻ ഈ വഴി കൂടെ വരും. അതാണ് തെറിച്ച് പോയി വീണു. നമുക്ക് ഈ ഒരു കീ തന്നെ വേണ്ടത്. ഗൈസ്, ഇതാണ് ഗൈസ് സ്ഥലം. കണ്ട ഗൈസ്, ഇവിടെ കുട്ടിയെന്നാണ് അവിടേക്ക് കണ്ട. ഇവിടെ കൂടെ ചെക്കൻ വന്നേ. നമ്മുടെ പൂച്ചനെ നമ്മളിവിടെ കണ്ടല്ലോ. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നീറ്റ് ഇങ്ങോട്ട് വന്നേ. ഇവനെല്ലാം പഠിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ നമുക്കൊന്നും പറഞ്ഞു തരില്ല. അതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവന് അയ്യോ ഈ ഒന്ന് കുറച്ച് പോയിട്ട് ഇപ്പം നമുക്കൊരു കോമഡി ചെയ്യാട്ടോ. നമുക്ക് ഇവനെ നീറ്റിൻ്റെ മേലെ കയറ്റിരിക്കാം. ഇനി അവനെ ഹാൻഡിൽ ചെയ്തോളൂ കേട്ടാ. ഇപ്പോഴാണ് നമുക്കൊരു സ്വസ്ഥത കിട്ടിയത്. ഇനി നീറ്റ് നോക്കിക്കോളൂ. നമ്മളവനെ ഇത്ര കഷ്ടപ്പെട്ട് റിപ്പയർ ചെയ്തതല്ലേ. ഓക്കെ, ഈ ഒരു ഷേപ്പ് ഗൈസ് ഓർത്ത് വെച്ചോളൂ. ഇത് മാത്രമല്ല, ഇനി കുറേ സംഭവങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട്. പിന്നെ അവിടെ ഒരു ഇതുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു ഷേപ്പ് നീറ്റ് എവിടെ? മതി. നീ എവിടെയാണോ അവനിട്ടെ? എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. അയ്യോ, കറക്റ്റ് പൊസിഷനിൽ എത്തി ഗൈസ്. അയ്യോ, കയറും. ക്ലൈംബ്. ഓക്കേ, പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഈ അടുത്തത് എവിടെയാ? അടുത്തത് അവിടെയാ. നീറ്റ് ഇത് വന്നേ. നീ ഇതിൻ്റെ അകത്തിരിക്കട്ടോ. അത് തന്നെ നമുക്ക് അങ്ങനെ എല്ലാം കിട്ടി.
ഇതും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം അങ്ങനെ കണ്ടുപിടിച്ചു. ഇനിയൊന്നും തപ്പാലില്ലല്ലോ, എല്ലാ കോഡും നമുക്ക് കിട്ടിയിരിക്കുന്നു. സോ ഇനിയില്ല, അവസാന സമയത്ത് ഇനി അവസാന ടൈം ഇവനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്യണം. ക്ലൈംബ് ചെയ്യൂ. നമുക്ക് ഷേപ്പൊക്കെ ഓർമ്മ ഉണ്ടോ നോക്കാം, നമ്മുടെ മെമ്മറി ഒന്ന് നോക്കാം. നമുക്ക് നല്ല മെമ്മറി ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അല്ല പിന്നെ ഇതൊക്കെ എന്ത് ഗൈസ്, നമ്മളൊക്കെ പെർഫെക്റ്റ് ഗെയിമിംഗ് അല്ലേ. ഇതാന്ന് തോന്നുന്നു ഗൈസ് ആ പൂച്ചയുടെ സ്ഥലം. ഇവിടെ സംഭവം ഇറങ്ങാം നൈസായിട്ട് ഗൈസ്. ഇതൊരു മൂവി തിയേറ്റർ പോലെ. അയ്യോ ഓക്കെ, ഇതൊരു മൂവി തിയേറ്ററാണ് ഗൈസ്. ഇവിടെ ഗൈസ് നമ്മൾക്ക് ഒരു മാജിക് സംഭവിക്കും. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലം കാണുന്നില്ലേ, ഇവിടെ പണ്ടത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഇനി നമുക്കൊന്ന് വ്യൂ കാണാം. വേണ്ട, ഇതാണ് ഒരു സംഭവം. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ ആദ്യം ഒരു ഫിലിം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇനി വ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ഫിലിം എടുത്തിട്ട് നമ്മൾ ഈ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ഗൈസ് ഈ ഡോറ് മാത്രം ഒന്ന് ക്ലോസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ഫിലിം അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫിലിം എത്തും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫിലിം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ അകത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു അത്ഭുതം കാണാൻ പുറത്ത്. കണ്ട കേസ് പൊട്ടിയിരിക്കുന്ന സാധനം ഇപ്പോൾ തിരിച്ചു കിട്ടി നമുക്ക്. ഇപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ചെടി വാടിയിരിക്കുകയാണ് കേസ്. പണ്ട് ഈ ഒരു ചെടി നമുക്ക് ഇത് കൂടെ ഒരു ഇത് കിട്ടും, നമ്മളെന്താ പറയുക, ഇനി നമ്മളതായി ഇങ്ങനെയാണ് ഈ ചെടി ഉണ്ടാവുക. എന്നിട്ട് ഇതങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് ഒരേ മെത്തേഡ് തന്നെ കേസ്, വാതിൽ മാത്രം അടച്ചാൽ മതി. ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയാ, നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ. ഇവൻ ഇവിടെ തന്നെ ഇരിക്കണ്ടില്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. നീ കാരണം ഞാൻ ഇവിടെ തന്നെ പെട്ടുപോയത്. ഓക്കെ, നമ്മൾ ഒന്നും കൂടി ഫിലിം ഇൻസേർട്ട് ചെയ്തു. അത്രയുള്ളൂ കേസ്, തീർന്നു. നമ്മൾ ഇവിടുത്തെ പണിയും തീർന്നു. അങ്ങനെ നീ ഇവിടെ നിന്ന് തുറന്നിട്ട് കണ്ട കേസ് ഈ സംഭവം കൂടി വന്നു. അയ്യോ, നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ കൊണ്ടുവരും കേസ്. എല്ലാ ഫോട്ടോയും നമുക്ക് ഇവിടെ വെക്കാൻ വേണമെങ്കിൽ. അങ്ങനെ ആ വാതിലും തുറന്നു കേസ്. ഇവനെ അങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന്. പിന്നെ കേസ് നമുക്ക് നമ്മുടെ ഈ സാധനം കിട്ടി. ഇവന് കേസ് എങ്ങനെയാ കേസ് ഈ വാതിലൊക്കെ തുറക്കാൻ പറ്റിയേ, ആർക്കറിയാം. പിന്നെതാ ഇതിവിടെ ആഡ് ചെയ്യണം. ഫിൽ ദ ക്ലബ് കുഷൻ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടി. ഇത് നമ്മൾ ബ്ലൂ അല്ലേ? അല്ല ഗൈസ്, ബ്ലൂ അല്ല, അറിയാതെ നോക്കിപ്പോയി. ഈ ഒരു ഇതും ചേർന്ന് നമ്മൾ ഇടണം. പിന്നെ ഇതാണ് ഗൈസ്, ഇത് വന്ന് നമ്മുടെ ബേബിയുടെ വെയിറ്റ് കൂട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ഡോർ തുറക്കാം ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് ഏറ്റവും നല്ല സംഭവം. അവന് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതാണ് ഗൈസ് നമ്മുടെ സംഭവം. ഇപ്പോൾ കണ്ടില്ല ഗൈസ്, അവന് എന്തൊരു വെയിറ്റാണ് പോലും നമുക്ക് പോലും അവന് തൂക്കാൻ പറ്റുന്നില്ല. ആ ഒരു മെയിൻ ഡോർ തുറക്കണമെങ്കിൽ, നമ്മുടെ മുന്നിൽ കിടന്ന മെയിൻ ഡോർ തുറക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇൻസേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് തുറക്കാൻ പറ്റൂ. കണ്ട ഗൈസ്, അവിടെ എന്തെങ്കിലും വെയിറ്റ് ഇട്ടാൽ മാത്രമേ തുറക്കത്തുള്ളൂ. അങ്ങനെ അതങ്ങോട്ട് തുറന്നു.
ഇനി നമ്മൾ ഇവനെ വിളിക്കേണ്ടത് അതാണ് ഇത് നമ്മുടെ ലാസ്റ്റ് ചെടി. അവിടെ നിന്ന് നമുക്ക് ഒരു ഇങ്ങനത്തെ സംഭവം കിട്ടും. കോൾ നീച്ച്. ഓ ഗൈസ് കണ്ട ഗൈസ്, ഇവനും ഇനി കിട്ടും. അവനിനി നല്ലത് കിട്ടും എനിക്ക്. ഓക്കെ, ഇവനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഇനി ഈ ഒരു സംഭവം എടുക്കാം. ഇതൊന്ന് വളരെ ലോഡ് ചെയ്യേണ്ട സംഭവമാണ്. അല്ല പിന്നെ കേസ് എവിടെ കേസ് അവൻ? കേസ് ഇപ്പൊ ഇവൻ തന്നെ ഇങ്ങനെ പറയും. ഇങ്ങനെ ലോഡ് ചെയ്ത അവൻ ഒറ്റ പറക്കൽ. അതാണ് കേസ്, അവൻ തെറിച്ചു പോയി വീണു. നമുക്കൊന്നും കൂടി എടുത്ത് പൊട്ടിക്കാം. നല്ല രസമുണ്ടാവും. പടക്കം. യെസ്, നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്തോണ്ട് നമ്മുടെ ഫ്ലവർ അല്ലേ. അയ്യോ, ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് സംഭവം കിട്ടി. ഇനി നമ്മൾ ഇത് കൊടുത്തിട്ട് അവിടേക്ക് പോവാം. യെസ്, നല്ല ബിൽഡിംഗ് അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്ത വ്യൂ ഒക്കെ. വ്യൂ അല്ല, വ്യൂ. ദേഷ്യം വന്നു. നമ്മൾ അവൻ്റെ ലോഡ് ചെയ്തില്ല, അതുകൊണ്ട് ദേഷ്യം വന്നു. ഓ ഫൈറ്റ് റോബോട്ട് വീസസ് റോബോട്ട്. അവൻ എന്താ ചെയ്തെന്ന് പോലും അറിയില്ല. ഓക്കെ, അടുത്ത എപ്പിസോഡാണോ? യെസ് ഗൈസ്, നമ്മൾ അങ്ങനെ ഒരു എപ്പിസോഡും തീർത്തു. അടുത്ത എപ്പിസോഡിലേക്ക് പോവാം. വേഗം ലോഡിങ് ആവൂ. ഓക്കേ, ഓക്കെ, ഇപ്പം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ വീട് എന്തോരം നാശമായ പോലെ ഉണ്ട്. നമുക്കെന്തോ സംഭവിച്ച പോലെ അറിയില്ല. കണ്ടില്ലേ, അവിടെ തന്നെ ഇരിക്കുന്നത് വാട്ട് ഹാപ്പൻ എന്ന്. നമ്മുടെ വീടൊക്കെ ഭയങ്കരമായിട്ട് നാശമായിട്ടുണ്ട്. ഓ അതൊന്നും പറഞ്ഞു പോയി. ഇവിടെയൊക്കെ ബ്ലോക്കായല്ലോ. ഓക്കെ, ഇനി ഇങ്ങനെ വേണം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. ഓക്കെ, ഇനി വേറൊന്നുമില്ലേ? നമുക്ക് തന്നെ എന്തെങ്കിലും ട്രൈ ചെയ്യേണ്ടി വരും മീൻസ്. ശരി, നാകെ എന്തെങ്കിലും നെക്കി വെക്കാം. വേഗം വരും. ഓ നമുക്ക് നമ്മുടെ ഇതാണ് ഞാൻ ശരിയായിട്ടുള്ളത് ചൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ പോർഷൻ. ഇതാണ് ആ ബേബിക്ക് കൊടുക്കേണ്ട സംഭവം. പക്ഷെ ഇത് കൊടുത്താൽ കുറച്ച് ഡേഞ്ചറസ് ഉണ്ടാവും എന്ന് തോന്നേ. കണ്ടില്ല ബോട്ടിൻ്റെ സ്റ്റിക്കർ? ഇത് അവൻ്റെ സിമ്പലല്ലേ. ഓ ഗൈസ്, ഇനി ഗൈസ് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നുമില്ല. ഈ സംഭവം കൊണ്ട് ഒരു യൂസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അയ്യോ ഗൈസ്, വേഗം. ഇപ്പം ഇതൊക്കെ പറഞ്ഞു പോകും. അതാണ് ഗൈസ് സംഭവം. ഇതിട്ടൊരു ബാഗുണ്ട്. ഫൈൻഡ് എ വേ അപ്സ്റ്റേഴ്സ്. കിട്ടി. ഓക്കെ, ഓ എല്ലാ കളിപ്പാട്ടും വീണ്ടും ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ കിച്ചണിൽ നമ്മൾ സംഭവം എടുത്തിട്ട് വരാം. നമ്മുടെ വീട്ടിലിരുന്ന പോലെ തന്നെ കിച്ചണിൽ അതേ തന്നെ ചെയ്യേണ്ടത്, വേറൊന്നുമല്ല.
നമ്മുടെ കിച്ചണിലുണ്ടായിരുന്നില്ലേ ആര് അവനെ നമ്മൾ അന്ന് വെച്ചിട്ട് അയ്യോ ഇങ്ങനെയൊന്നും പേടിപ്പിക്കല്ലേ. അയ്യോ സംഭവം ഉണ്ടായിരുന്നില്ലേ നമുക്കന്ന്. വേഗം 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 എവിടെ 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 ആ ഓക്കെ. ആ സീക്രട്ട് മുറി. ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, പിന്നെ ഇവിടെ ഒരു സ്വിച്ച്. അയ്യോ സെറ്റിപ്പോയി തന്നെ. ഇതാണ് ഫസ്റ്റ് കേസ്. It hides from its products from the baby. എന്തൊക്കെയോ പറയണ്ട കേസ്. യെസ് ഗൈസ് നമുക്ക് കിട്ടി. സംഭവം അങ്ങനെ തീർന്നു ഗൈസ്. അതൊരു വഴിയല്ലേ അവിടെ കിടന്നത് ഗൈസ്. ഇവന് നമ്മൾ എന്ത് ചെയ്താലും ഇവൻ നമ്മളെ പുറകിൽ തന്നെ വരും ഗൈസ്. അതും വെറുതെ വരുമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. എന്തായാലും അതൊന്നും പറ്റിയില്ല. പക്ഷെ അവന് ഇനി ഇത് പൊട്ടുമെന്ന് പോലും അറിയില്ല. ആ ഞാൻ പറഞ്ഞില്ലേ അതങ്ങോട്ട് പൊട്ടിച്ചു. അയ്യോ എവിടെയാടാ അത്? ഗെറ്റ് സേഫ്റ്റിയാ. അയ്യോ ഒന്നുകൂടി ഒന്ന് കളിച്ചു നോക്കാം. ഇവൻ അങ്ങനെ വരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല സത്യമായിട്ടും. വേഗം 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 എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ ഞാൻ പാവാണേ. ഏതൊക്കെ വഴിയാ നോക്കി. ഇപ്പോൾ പ്രാവശ്യം കറക്റ്റ് വന്ന് തോന്നുന്നു. കറക്റ്റ് 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 കറക്റ്റ്. ഈ വഴിയും ബ്ലോക്കടാ. ഏതെങ്കിലുമൊക്കെ വഴി ഇവർക്ക് നോക്കണല്ലേ. ആ ഓ ഗൈസ് എവിടെ 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 കിട്ടിപ്പോയി നമ്മുടെ ഡോർ സ്റ്റെപ്പ്. ഇത് വെച്ചോ ഇത് വെച്ചോ. എസ്കേപ്പ് വിത്ത് നീറ്റ്. എവിടെയാണ് എസ്കേപ്പ് ആവണ്ടേ? എന്നത് അയ്യോ ഞാൻ പറന്നുപോയി. എസ്കേപ്പ് വിത്ത് നീറ്റ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നാ തോന്നുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഇപ്പോൾ ഒന്നും പറ്റില്ല എന്നാ തോന്നുന്നത്. ഈ സാധനം ചെയ്തല്ലേ ഈ ഒരു ഡോറിൽ. ഇവിടെ എന്തോ കേട്ടല്ലോ. ഓക്കേ കണ്ട കേസ് ഇവിടെ തന്നെ. ഇവിടെ ഒരു കോറിൻ്റെ പാറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും ഒന്നും കൂടിയുണ്ട് കേസ്. അതെവിടെയാ കേസ്? ദൂരത്തെ എവിടേക്കോ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് കേസ്. കേസ് ഇവിടേക്ക് എങ്ങനെയാണ് വീണ? ഇവിടെയൊക്കെ അല്ലേ വീഴേണ്ടത്? യെസ് 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 അടയ്ക്കൂ. അതിനടയ്ക്കാൻ. അയ്യോ ഗൈസ് എടുത്തോണ്ട് പോരേ വേഗം. നമ്മുടെ അത്രയും സ്പീഡല്ലേ ഗൈസ് അവൻ. അയ്യോ വേഗം വേഗം വേഗം. വേഗം 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 വേഗം. അയ്യോ വേഗം. അയ്യോ ആവോ ഗീസ് നമ്മൾ എങ്ങനെ ഉള്ളിൽ പോയി. ഇപ്പം തന്നെ നമ്മൾ പെട്ടേനെ അവിടെ. ഭയങ്കര ടയർഡാ. ശരി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ നമ്മൾ വഴി തുറന്നു.
അയ്യോ ഓക്കെ ഓക്കെ നമുക്ക് വേഗം ചെയ്യാം അവനോട് കുറേ നേരം പിടിച്ചേക്കാൻ പറ്റില്ല വന്ന് ഓക്കെ അയ്യോ അവൻ ഇപ്പൊ തുറന്നു വരുന്നത് തോന്നേ ഓ അവിടെന്താ തീയോ അയ്യോ എന്താ സംഭവിച്ചേ നീച്ചിന് ഞങ്ങളുണ്ടല്ലോ അയ്യോ കിസ് അവനല്ലേ കിസ് അവനാണ് തകർന്നു പോയല്ലോ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ പോലും മനസ്സിലാവില്ല അയ്യോ ഓക്കെ ഇതിപ്പോ നമ്മൾ ഇതാണോ ഓക്കെ നമുക്ക് ഇങ്ങനത്തെ സംഭവം കിട്ടി പക്ഷെ നീറ്റ് പൊട്ടിപ്പോയി ഗൈസ് നീ ഇത് ഇവിടെയാണോ അറ്റാച്ച് ഓക്കെ ഇത് ഓ ഗൈസ് സിമ്പിൾ അല്ലേ അവൻ്റെ ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഓക്കെ ഉള്ളിൽ നമ്മൾ പോവാം എന്താ ഇത് എത്ര പേരാ അയ്യോ ഓക്കെ ഇതെന്താ സംഭവം ഓക്കെ അയ്യോ എന്നെ മേലെ കൊണ്ടുപോണേ രക്ഷിക്കാൻ വന്നാ അയ്യോ യെസ് നമ്മളങ്ങനെ ഇതും കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ കഴിഞ്ഞ ഈ എപ്പിസോഡ് നിർന്നു തോന്നേ ആക്ട് 4 സർവീസ് ടു ദ ക്രൗൺ സോ ഗൈസ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കമൻ്റ് അടിക്കുക ഗൈസ് നമുക്ക് ഈ ഒരു പാട്ട് അങ്ങനെ അടുത്ത എപ്പിസോഡ് വരും സോ ഈ ഒരു പാട്ടിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ ഗൈസ്